നമസ്കാരം, എൻ്റെ പേര് സന്ദീപ് ഗോപി. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന അഭിപ്രായങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം സോഡിയം കില്ലറിന്റെ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം 1999 ഹോങ്കോങ് സിറ്റിയെ തന്നെ നടുക്കിയ ഒരു കൊലപാതകത്തെ കുറിച്ചിട്ടാണ്. ഹലോ കിറ്റി മർഡർ കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സന്ദീപ് ഗോപി ബ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസത്തിൽ ഹോങ്കോങ് സിറ്റിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. കടന്നു വന്നതിന് ശേഷം അവിടെ ആ പെൺകുട്ടി ഒരു പേടിയോട് കൂടിയാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത്. കടന്നു വന്നതിന് ശേഷം ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്. തന്നെ ഒരാൾ ശല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, തനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ സാധാരണയായി അവർ കേസ് എടുത്തത് ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും പയ്യന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുള്ള രീതിയിലായിരിക്കും. പോലീസ് കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ പോലീസ് സ്റ്റേഷൻ തന്നെ ഒരുവിധം നടുങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് അവൾ പറയുന്നത്. കാര്യം അവളെ ശല്യപ്പെടുത്തുന്നത് ഒരു ആത്മാവാണെന്ന് പറയുക. അപ്പോൾ ഓൾ പോലീസ് സ്റ്റേഷൻ ഫുള്ളായിട്ട് ഒരു സമയം ഞെട്ടി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ബിഹേവിയറിലും കുറെ കാര്യങ്ങളിലെല്ലാം മാറ്റം തോന്നിയ പോലീസ് അവിടെയുള്ള ഇൻസ്പെക്ടർ തന്റെ പരിചയത്തിലുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിച്ച് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ സൈക്കാട്രിസ്റ്റ് ചോദ്യം ചെയ്യുമ്പോൾ വേറെ ഞെട്ടിക്കുന്ന ഒരു സത്യം പറയാണ്. തന്നെ ശല്യപ്പെടുത്തുന്ന ആത്മാവ് താനും തന്നെ കാമുകനും ചേർന്ന് കൊന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാവാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോൾ ടോട്ടലി ആ പെൺകുട്ടിക്ക് മെന്റലി ഡിസോർഡർ ആണ് എന്നുള്ള രീതിയിൽ ഇൻസ്പെക്ടറിന് തോന്നുന്നു. അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിനും തോന്നുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവുള്ളൂ എന്ന് പറയണം. പക്ഷെ എന്നാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ വെച്ചാണ് ആ പെൺകുട്ടിയെ കൊന്നത്, ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ പേര് പറയുന്നത്, അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. പക്ഷെ ആ സമയത്ത് തന്നെ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ആ പെൺകുട്ടി പോയി കഴിഞ്ഞതിന് ശേഷം ആ ഇൻസ്പെക്ടറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആ പെൺകുട്ടി പറഞ്ഞ അപ്പാർട്ട്മെന്റും ആ സ്ഥലത്തിനെ കുറിച്ച് എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് അയാൾ അവിടെയുള്ള ഒരു പോലീസുകാരനെ കൂട്ടിയിട്ട് ആ അപ്പാർട്ട്മെന്റ് തേടി പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിലൊരു മാനസിക നില തെറ്റിയ ഒരു പെൺകുട്ടിയാവാം എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് അവർ യാത്ര തിരിക്കുന്നതെങ്കിലും ആ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ അവരുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റുകയാണെന്നാണ് സത്യം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അപ്പാർട്ട്മെന്റിനകത്ത് അവർ കയറുമ്പോൾ തന്നെ ആ അപ്പാർട്ട്മെന്റ് ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ അപ്പാർട്ട്മെന്റിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ ആ അപ്പാർട്ട്മെന്റിന്റെ തറയിൽ രക്തക്കറകളാണ് ഉണ്ടായിരുന്നത്. ആ അപ്പാർട്ട്മെന്റിന്റെ റൂം ഫുള്ളും അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ ഒരു സൈഡിലായിട്ടൊരു ബെഡുണ്ട്. ആ ബെഡിന്റെ പുറത്ത് ഒരു ഹലോ കിറ്റിയുടെ ഒരു പ്രതിമ, ആ പാവയുടെ പുറത്ത് പോലും രക്തക്കറകൾ ഉണ്ടായിരുന്നതാണ് സത്യം. എന്തോ കാര്യമുണ്ടെന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ രേഖാമൂലം അറസ്റ്റ് രേഖപ്പെടുത്താൻ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ബാക്കി കാര്യങ്ങളും വന്ന് തെളിവെടുപ്പുകൾ നടത്തുകയാണ്. അപ്പോൾ രക്തക്കറയാണെന്ന് ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഇൻസ്പെക്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ ഹലോ കിറ്റി പാവയുടെ തല രണ്ടാമത് ആരോ തുന്നി ചേർത്തതുപോലെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഇൻസ്പെക്ടർ അടുത്തേക്ക് ചെല്ലുന്നു. ആ പാവയുടെ ആ തല തുറന്നു നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പോകുന്നു. അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷന് വന്ന എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അതെ, ആ പ്രതിമയ്ക്കുള്ളിൽ തലയ്ക്കകത്ത് ഒരു പെൺകുട്ടിയുടെ, അതായത് 23 വയസ്സ് 25 വയസ്സിനകത്തുള്ള ഒരു പെൺകുട്ടിയുടെ തല വെട്ടിയെടുത്ത നിലയിൽ കാണപ്പെടുകയാണ്. എൻ്റെ പോലീസ് ഫോഴ്സ്, അവിടെ നിന്ന പോലീസ് ഫോഴ്സ് ഞെട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഏകദേശം ആ ഒരു തലയുടെ ആ ഒരു ഭാഗത്തിന് ഏകദേശം 2 ആഴ്ചയുടെ പഴക്കമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതാരാണെന്ന് അവർ കണ്ടെത്തുകയാണ്. അതാരുടെ തലയാണെന്ന് അവർ കണ്ടെത്തുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു മിസ്സിംഗ് കേസ് ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ആ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാൻ മാൻ ഹി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കുറിച്ചിട്ടാണ്. പെൺകുട്ടിയുടെ ഭർത്താവ് വരുന്നു, ആ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം വരാനുള്ള കാരണം? ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലോ ഇല്ലായിരുന്നു എന്നാണ് ഭർത്താവ് പറയുന്നത്. ഒരു അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയുണ്ട് അവർക്ക്. അപ്പോൾ ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു ഇത്രത്തോളം മൃഗീയമായിട്ടൊരു മരണത്തിന് ഇരയാവാൻ ഈ ഫാൻ മാൻ ഹി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്ക് ഒരു വകുപ്പും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് ആദ്യം നിഗമനം എഴുതിയത്.
ആ പെൺകുട്ടി ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇതായിരുന്നു അവസാനം കേസ് ഫയലായിട്ട് അവർ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഈ ഫാൻമാൻ ഹി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരു നൈറ്റ് ക്ലബിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അവരുടെ കല്യാണം വീട്ടുകാരുടെ എതിർപ്പുകൾക്കിടയിൽ അവരുടെ പ്രണയ വിവാഹമായിരുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു വേറെ ആളുടെ ഹെൽപ്പിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു ഈ നൈറ്റ് ക്ലബിൽ വരുന്ന ഒരു വരുമാനം മാത്രമായിരുന്നു ഭർത്താവിന് ആ സമയത്ത് തന്നെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫാമിലിയായിരുന്നു ഫാൻമാൻ ഹി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഫാമിലി. പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ തന്നെ അപ്പാർട്ട്മെന്റിന്റെ ഒരു 3 മാസത്തെ വാടക കൊടുക്കാൻ പറ്റിയില്ല അവർക്ക്. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇറക്കി വിടുമെന്നുള്ള രീതിയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവരുടെ കൈക്കുഞ്ഞുമായി അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള രീതിയിലേക്ക് പ്രശ്നങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേറെ വരുമാനമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഫാൻമാൻ ഹി എന്ന ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നതെന്ന് പറയാം. ഒരു ദിവസം അവൾ നൈറ്റ് ക്ലബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളിൻ്റെ പേഴ്സ് മോഷ്ടിക്കാൻ അവൾ തയ്യാറാവുകയാണ്. അപ്പോൾ ആ പേഴ്സ് മോഷ്ടിക്കുന്നു. ആ പേഴ്സിനകത്ത് നിന്ന് $4000 അതിൽ നിന്ന് അവൾക്ക് കിട്ടുകയാണ്. അപ്പോൾ തൻ്റെ താൽക്കാലികമായ പ്രശ്നങ്ങൾക്ക് അതൊരു ഒരു പരിഹാരമാകുമെന്നുള്ള രീതിയിൽ അതെടുത്ത് അപ്പാർട്ട്മെന്റിന്റെ വാടക കൊടുക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ആ പേഴ്സിന്റെ ഓണർ ആരാണെന്ന് മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതെ, ആ പേഴ്സിന്റെ ഓണർ ചാൻമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ചാൻമാൻ എന്ന് പറയുന്ന വ്യക്തി സാധാരണ ഒരു വ്യക്തിയല്ലായിരുന്നു. ഹോങ്കോങ്ങിൽ മുതൽ സൗത്ത് ഏഷ്യയുടെ പല രാജ്യങ്ങളിലും വേരിറങ്ങിയിട്ടുള്ള ട്രയാഡ് എന്ന് പറയുന്ന മാഫിയ സംഘടനയുടെ ഡ്രഗ് ഡീലറായിരുന്നു യഥാർത്ഥത്തിൽ ചാൻമാൻ എന്ന് പറയുന്ന വ്യക്തി. ആ ട്രയാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ അന്ന് അവിടുത്തെ പല ഗവൺമെന്റ് പോലും എടുത്തിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചൈനീസ് ഗവൺമെന്റ് മാത്രമല്ല, പല ഗവൺമെന്റുകൾക്കും ട്രയാഡിനെ എതിർക്കാൻ പേടിയാണ് എന്നുള്ള രീതിയാണ് പല റിപ്പോർട്ട്സുകളും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തൻ്റെ പേഴ്സ് എടുത്തുകൊണ്ട് മോഷ്ടിച്ച ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ കണ്ടുപിടിക്കുകയാണ്. ഫാൻമാൻ ഹി ആണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനായിട്ട് $4000 ഉണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാമെന്ന് ഫാൻമാൻ ഹി പറയുന്നു. കാരണം അയാൾ ഒരു ട്രയാഡ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അവരെ എതിർക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറയണം. പക്ഷേ ചാൻമാന്റെ ആവശ്യം അതല്ലായിരുന്നു, പലിശ സഹിതം തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരു വരുമാനമില്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്താണ് ട്രയാഡിനെ എതിർക്കാൻ അവർക്കൊരു വഴിയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് അവർ പറയുകയാണ് ഉറപ്പായിട്ടും പലിശ സഹിതം തിരിച്ചു തരാമെന്ന് പറയുന്നു. ട്രയാഡ് എന്ന ഗ്രൂപ്പിനെ എതിർക്കാൻ പേടിച്ചും എതിർക്കാൻ അവരുടെ കയ്യിൽ ശക്തിയില്ലാത്തത് കൊണ്ട് പലിശ സഹിതം തിരിച്ചു കൊടുക്കാമെന്ന് ഫാൻമാൻ ഹി ഉറപ്പ് പറയുകയാണ്. അപ്പോൾ പലയിടത്തു നിന്ന് കടങ്ങൾ വാങ്ങിയും പല രീതിയിലുള്ള പൈസകൾ സ്വരൂപിച്ചും ഫാൻമാൻ ഹി പല പൈസ ആ ചാൻമാനിന് കൊടുക്കുകയാണ്. പക്ഷെ കൊടുത്ത് തീർന്ന സമയത്തും പിന്നെയും പറയാണ് ഒരു $30,000 ഇനിയും ഉണ്ട് ബാക്കിയെന്ന് പറയാം. അപ്പോൾ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ വരെ തകർന്നിരിക്കുന്ന ഒരു അവസരത്തിൽ ഇനിയും $30,000 ഒരിക്കലും $30,000 അല്ല, $30,000 ഒരിക്കലും പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ഫാൻമാൻ ഹി പറയുന്നു. പക്ഷെ അവർ പിന്നെയും അവളെ പിന്തുടരുകയാണ്. ലാസ്റ്റ് അവൾ തീരുമാനിക്കുകയാണ് ഈ നഗരം വിടാമെന്നുള്ള തീരുമാനത്തിലേക്ക്. നൈറ്റ് ക്ലബിൽ പോയി തന്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചാൻമാൻ ഹിയുടെ ആൾക്കാരും ചാൻമാൻ ഹിയും ചേർന്ന് ഫാൻമാൻ ഹിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയാണ്. രാത്രി എത്ര വൈകിയാലും തിരിച്ചെത്തും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഭർത്താവ്. പക്ഷേ ഫാൻമാൻ ഹിയെ കാണുന്നില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. കൈക്കുഞ്ഞുമായി അല്ലെങ്കിൽ ഒരു കുഞ്ഞുമായി ഇരിക്കുന്ന ഭർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എന്തോ ഒരു സംശയം തോന്നിയതിൻ്റെ പേരിൽ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തുകയാണ്. ഫാൻമാൻ ഹിയെ കാണാനില്ല എന്നുള്ളത്. പിന്നെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എവിടെയാണെന്ന് കണ്ടെത്തുന്നില്ല. പിന്നെ നടന്ന സംഭവങ്ങൾ ഈ ചാൻമാൻ ഇവിടെ തട്ടിക്കൊണ്ട് പോയതിന് ഫാൻമാനെ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം നടത്തുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൃഗീയമായിട്ട് പലതും പറയാൻ സാധിക്കാത്ത പല വിധ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുകയാണ്.
ഫിസിക്കലായിട്ടും സെക്സ്വലി ആയിട്ടും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തതിനു ശേഷം അവളെ നിർബന്ധിച്ച് ഡ്രഗ്സ് ഉപയോഗിപ്പിക്കാൻ കൊടുക്കുന്നു. അതിനുശേഷം മാരകമായി മർദ്ദിക്കുന്നു. അങ്ങനെ കടന്നു പോകുന്ന ആഴ്ചകൾ ഫിസിക്കലായിട്ടും സെക്സ്വലായിട്ടും ഒരുപാട് ആ ട്രാഡിലുള്ള തൻ്റെ സുഹൃത്തുക്കൾ ഡെയിലി വന്ന് സെക്സ്വലായിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നു. അപ്പോഴെല്ലാം പുറത്ത് തൻ്റെ ഭർത്താവ് ഹീയുടെ ഭർത്താവ് ഇവിടെ ഫാൻമാനെയും തേടി അലയുകയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ചാൻമാൻ ഹീ അതായത് ഈ ട്രാഡ് ഗ്രൂപ്പിലുള്ള ആ വ്യക്തിയുടെ കാമുകി ഒരു ദിവസം ചാൻമാൻ ഹീയെ കാണാൻ വരികയാണ്. ചാൻമാൻ ഹീയെ കാണാൻ വരുമ്പോൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാൻ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഫിസിക്കലായിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ആദ്യം കാമുകി എതിർത്തുവെങ്കിലും പിന്നെ അവർ ചെയ്യുന്ന ടോർച്ചറിൽ കൂടി എവളും കൂടി ചേരുകയാണ്. അവസാനം ഒരു ദിവസം ഈ ഡ്രഗ്സ് ഇവക്ക് ഈ ഫാനിന് കൊടുക്കുന്ന സമയത്ത് ഓവർഡോസ് ആയി ആ ഫാൻ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പോൾ ഈ മരിച്ച സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ. പക്ഷെ ട്രാഡ് ഗ്രൂപ്പിലുള്ളവർക്ക് ആണ് ഒരിക്കലും അവർക്ക് ഒന്നിനെ കുറിച്ചും ഒരു പേടിയില്ലാത്തൊരവസ്ഥ. അപ്പോൾ അവർ ചെയ്തത് ഇങ്ങനെയായിരുന്നു. ആ പെൺകുട്ടി മരിച്ചു എന്ന് പൂർണ്ണമായി ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ പെൺകുട്ടിയുടെ ബോഡി പാർട്സുകൾ പല രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ട്രാഡ് ഗ്രൂപ്പിലുള്ള പല ആൾക്കാരുടെ കയ്യിലും ബാഗുകളിലാക്കി പല സ്ഥലങ്ങളിലേക്ക് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് എന്തിനാണെന്ന് ഇന്നും ചോദ്യം ചെയ്തിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, ആ പെൺകുട്ടിയുടെ തലഭാഗം മാത്രം ആ റൂമിൽ ഒരു ഹലോ കിറ്റിയുടെ ഒരു പാവ ഉണ്ടായിരുന്നു. ആ പാവയുടെ തല തുറന്ന് അതിനകത്ത് തുണി ചേർത്തു. അപ്പോൾ അതെന്തിനാണെന്ന് ഇതുവരെയും ചോദ്യം ചെയ്തിട്ട് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ കേസ് അറിഞ്ഞ് ഇതെല്ലാം പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ആ ചാൻമാനെയും അവരുടെ സുഹൃത്തുക്കളെയും ഈ പെൺകുട്ടിയും അറസ്റ്റ് ചെയ്യുന്നു. ഈ ഹോങ്കോങ് സിറ്റി മുഴുവനും പറയാണ് മരണശിക്ഷ അല്ലാതെ വേറെ ഒരു ശിക്ഷയും ഇവർക്ക് കൊടുക്കരുത് എന്നുള്ള രീതി. പക്ഷെ വിധി വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആണ് ഒരു വിധി വരുന്നത്. പല സാഹചര്യത്തിൽ ചിലതൊക്കെ തെളിയിക്കുന്നുണ്ട്, കുട്ടി ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, ചിലർ സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒരു പൂർണ്ണമായ ഒരു തെളിവ് വരെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് 20 വർഷം ജയിൽ ശിക്ഷ മാത്രമാണ് കൊടുക്കുന്നത്. കാരണം അപ്പോൾ ഇത് കേട്ട സമയത്ത് പല മീഡിയാസും ഈ അന്വേഷണ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തും വിധി പറഞ്ഞ കോടതി അങ്ങനെയുള്ള വക്കീലന്മാരുടെ അടുത്ത് എല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യം ഫിസിക്കലി ഇവർ ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ സെക്സ്വലായിട്ട് ടോർച്ചർ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടിയുടെ ബോഡി പാർട്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തല മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത് അവർക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതുവരെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡി പാർട്സ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രമാണ് ഇവർക്കൊരു 20 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ 20 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ കയറുന്നു. അപ്പോൾ പല മീഡിയാസും പല പ്രവർത്തകരും പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ എഴുതിയ ഒരു കാര്യമുണ്ട്. ഈ ചാൻമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ട്രാഡ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഒരിക്കലും ഇവര് ഒരു മരണശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ വിധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1999 ട്രാഡിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് അവരെ ഒന്നും ചെയ്യാതെ വിട്ടത്, അല്ലെന്നുണ്ടെങ്കിൽ 20 വർഷം തടവിൽ ശിക്ഷയോടുകൂടി അവരെ ഇത് ആക്കിയതെന്ന് പറയാം. പല മീഡിയാസ് എഴുതിയത് ഇങ്ങനെയായിരുന്നു, ഫാൻമാൻ ഹീക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിരുന്നു. ഫാൻമാൻ ഹീ അനുഭവിച്ച ഒരു ടോർച്ചറിങ്ങിൻ്റെ 1% പോലും ഈ ചാൻമാനോ അവരുടെ സുഹൃത്തുക്കൾക്കോ അവരുടെ കാമുകിക്കോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്.
പക്ഷേ ആ ഒരു കുറ്റം ഒരു പക്ഷേ ഈ ചാൻമാൻ്റെ കാമുകിക്ക് അല്ലെന്നുണ്ടെങ്കിൽ കാമുകിക്ക് ഇങ്ങനെ ഒരു തോന്നിയില്ലായിരുന്നെങ്കിൽ, ഒരു ആത്മാവ് തന്നെ ശല്യപ്പെടുത്തുന്നു എന്നൊരു തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും അതൊരു ഒരു മിസ്സിംഗ് കേസായിട്ട് ക്ലോസ് ചെയ്തേനെ. പക്ഷേ ഇതിനകത്ത് വേറെ സത്യം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആത്മാവ് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് വേറൊരു റിപ്പോർട്ട് പറയുന്നത്, ആക്ച്വലി ആ മരണം നടന്ന അപ്പാർട്ട്മെൻറ്റ് 2012 പൊളിക്കുന്നത്. അതുവരെയും ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ചുറ്റിപ്പറ്റി പല രീതിയിൽ ഫാൻമാനെ പോലെ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് എന്നുള്ള പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. പല പാരനോർമൽ ആക്ടിവിറ്റീസ് റിസർച്ച് ചെയ്യുന്ന പലരും ഈ ബിൽഡിംഗ് പൊളിക്കുന്നത് വരെയും അവിടെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. പല പോസിറ്റീവ് റിസൾട്ടും കിട്ടിയിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതൊരു പലരും പറയുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഉറപ്പിച്ചൊരു തിയറിയല്ല. ഒരുപക്ഷെ അതൊരു അവളുടെ ആത്മാവ് ഇത്രയും ടോർച്ചർ ചെയ്ത് മരിച്ചത് കൊണ്ട് ചിലപ്പോൾ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വന്നതാവാം. അതൊക്കെ ഒരു സൈഡിൽ നിന്നാലും ഇത് എവർക്ക് കിട്ടിയ ശിക്ഷ ഒരിക്കലും നീതിപൂർവമായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഫാൻമാൻ എന്ന ആ ഒരു പെൺകുട്ടിക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു നീതിയായിരുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കറക്റ്റായിട്ട് ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത പുതിയൊരു വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെയും ദിസ് ഇസ് സന്ദീപ്.